പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, പ്രാർത്ഥന എത്ര ലളിതമാണെങ്കിലും എളിയതാണെങ്കിലും ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കേണ്ടത്? കർത്താവേ, നീയാണ് ഉദ്ദേശിക്കേണ്ടത്. നാനാവിധ രോഗികളെ കർത്താവേ നിന്റെ വിശുദ്ധമായ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡിപ്രഷന് വന്നു പോയവർ, മനസ്സിടിഞ്ഞവർ, ഇപ്പോൾ കാണുന്നത് പോലെ നെഞ്ചിൻ്റെ ഉള്ളിൽ മുഴയുള്ളവരെ കർത്താവ് സ്പർശിക്കണമേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഉടലിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. കർത്താവ് അടിവയറ്റിലെ വേദനകളും മുഴുവൻ എല്ലാത്തരം അസ്വസ്ഥതകൾ, ഭാരങ്ങൾ, എന്തോ കെട്ടിയിരിക്കണ പോലെ തോന്നുന്ന അവസ്ഥകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ജോലി അന്വേഷിച്ച് പോകുന്നവരെ, കർത്താവ് ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ,
ഓപ്പറേഷൻ 2.5 മണിക്കൂർ ഉണ്ടാകുമെന്ന് കേട്ടപ്പോഴൊരു പ്രയാസം നേരിടുന്നവരെ, അതിനെക്കുറിച്ച് ഭയങ്ങൾ തോന്നുന്നവരെ, എല്ലാ ഓപ്പറേഷനുകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവ് പ്രസവത്തിലെ കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണ്, സിസേറിയൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നവർ, അങ്ങനെ ഓരോരോ വിഷയത്തെ പ്രസവ സംബന്ധമായ വിഷയങ്ങളെ വിഷമിക്കുന്നവരും വേദനിക്കുകയും വീർമുട്ടുകയും ചെയ്യുന്നവരുടെ എല്ലാ ഭാരങ്ങളും മാറി മാതാവ് പ്രസവത്തിൻ്റെ ഓപ്പറേഷൻ്റെ ടൈമിൽ അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ സമയം നിൻ്റെ കൂടെ കൈകൾ പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ നിന്നെ ഏൽപ്പിക്കുന്ന പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. മക്കളെ, നമ്മളെ ഇന്നലെ കണ്ടത് ഒരു ബാങ്ക്രപ്സി എന്ന് പറഞ്ഞാൽ എന്താ? പാപ്പർ പാസ്. ചില ആൾക്കാർ പാപ്പർ പാസ് എന്ന് പറയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലോൺ എടുത്ത് ജപ്തിയായി, നമുക്ക് അടക്കാൻ നിവൃത്തിയില്ല, നമ്മൾ ജയിലിൽ കേസ് കൊടുത്തവൻ ജയിച്ച് നമ്മൾ ജയിലിൽ പോന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെ രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ് പാപ്പർ പാസ് എന്ന് പറയുന്നത്. വെച്ചാൽ നമ്മൾ ബാങ്ക്രപ്സാണ്, നമ്മുടെ 5 പൈസയില്ല. അപ്പോൾ ചില സത്യമായിട്ട് അങ്ങനെ വരും. അപ്പോൾ ഇതുപോലെ ആത്മീയമായിട്ട് നമ്മൾ പാപ്പർ പാസ്സാവും, നമ്മുടെ ഒന്നുമില്ല, നമുക്ക് സ്വർഗസ്ഥാന പിതാവ് ചെല്ലാനുള്ള ആവത് പോലും ഉണ്ടാകത്തില്ല. അപ്പം അങ്ങനെ പള്ളിയിൽ പോകാൻ തോന്നത്തില്ലെന്നൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല. ആ പാടെ ഒരു ബാങ്ക്രപ്സി, ഒരു വരണ്ട വാക്കുമായി പോകും. അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ എല്ലാം ഇങ്ങനെ റിസോഴ്സ് തീർന്നു പോകുന്ന അവസ്ഥ. അങ്ങനെ ഒരു സംഭവം വന്ന് നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റണില്ല, പക്ഷെ പ്രാർത്ഥിക്കാനൊട്ട് തോന്നുകയില്ല, അതിനുള്ള വിശ്വാസമില്ല, ഒരു തരം ശൂന്യമായ ഒരവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? അതിനിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്നലെ ഞാൻ ഒന്ന് പറഞ്ഞായിരുന്നു, എന്താണ് ചെയ്യണമെല്ലാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ചെയ്യണമെന്ന് ഇന്നലെ പറഞ്ഞായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, അതായത് ഇപ്പോഴേ പൗലോസ് അപ്പോസ്തലനൊക്കെ പറഞ്ഞില്ലേ, കുറേ എന്തെങ്കിലും ഇപ്പം നിങ്ങൾ ബാങ്ക്രപ്സി ആയി പോയെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് ആത്മീയമായ ഒരു കൃപയും ഇല്ല, സീറോ ഗ്രേസ് ആണെന്ന് വിചാരിച്ചോ, അപ്പം എന്ത് ചെയ്യാമെന്നറിയാമോ? കുറച്ച് അനീതികളൊക്കെ ഉണ്ടല്ലോ, കുറച്ച് ആൾക്കാർ നമ്മളോട് ഇപ്പോൾ അനീതികളൊക്കെ ചെയ്യത്തില്ലേ? ഇപ്പം എന്നോട് കുറേ ആൾക്കാർ അനീതി ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല. നമ്മൾ ചിലപ്പോൾ എല്ലാം നല്ലോണം പറഞ്ഞിരിക്കും, ചില ആൾക്കാർക്ക് അത് മോശമായിട്ട് വരുമല്ലോ. അപ്പോൾ ഏതായാലും നമ്മൾക്കെതിരെ ഈ സമൂഹത്തിൽ നമ്മൾ അനീതികൾ ചെയ്യും. അനീതികൾ പലതരത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് മറ്റുള്ളവർക്ക് അനീതി വരുമല്ല, മറ്റുള്ളവർ ചെയ്യണ അനീതി നമുക്കെതിരെ അനീതി ചെയ്യുന്നവരില്ലേ നമുക്കെതിരെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് എനിക്ക് 40 വയസ്സയച്ചായി, ഇനി എംപ്ലോയ്മെൻറ്റിൽ നിന്ന് എനിക്ക് കാർഡ് വരുവാന്നറിയത്തില്ല. അപ്പോൾ ആ കാർഡ് നോക്കിയപ്പോൾ എംപ്ലോയ്മെൻറ്റ് കാർഡ് കറുത്ത കാർഡ്, എംപ്ലോയ്മെൻറ്റ് കാർഡ് വെളുത്ത കാർഡായിരുന്നു. ഇത് ഇരുന്നിരുന്ന് ജോലി കിട്ടാതെ എപ്പോഴും പുതുക്കി ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ വരുന്ന് വിളിക്കും. അങ്ങനെ അപ്പം അവർ പറഞ്ഞു അവർക്ക് ജോലി വേണം. ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വിളിക്കത്തില്ലല്ലേ അവർ. അപ്പോൾ ആ ഒരു കണ്ടീഷനിലായി അവർ. അപ്പം ഇതുപോലെ പക്ഷേ ജോലിക്കുള്ള മെമ്മോ നമുക്ക് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് വന്നെന്ന് വിചാരിക്കുമ്പോൾ പണ്ട് അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടായി, തൊഴിലില്ലാവേദന ഉണ്ടായിരുന്നില്ല. അപ്പോഴും ഇതുപോലെ നമുക്ക് ഇപ്പോൾ വേതനത്തിന് വേണ്ടി കാർഡൊക്കെ വരും. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് അന്വേഷണം വരുമല്ലോ ആദ്യം. അപ്പോൾ ആൾക്കാർ നമ്മൾ വീടിൻ്റെ അടുത്തൊക്കെ വന്ന് അന്വേഷിച്ചും പോവും, ഇന്ന ആളിനെ തൊഴിലില്ലാവേദന അനുഭവിച്ചിട്ടുണ്ട് അയാൾക്ക്. അപ്പോൾ ചില കഥാപാത്രങ്ങളുണ്ടാവില്ല എല്ലാ നാട്ടിലും. അവർ പറയുമേ, അവരെവിടെ അമേരിക്കയില, ബാംഗ്ലൂർ, അവരവിടെ എന്ത് ജോലിയാണല്ല, ഒരു ജോലിയില്ലേ, വീട്ടിൽ നിൽക്കാൻ പറ്റാതെ വേറെ എവിടെ പോയി നിൽക്കായിരിക്കും. പക്ഷെ എന്നാലും ആൾക്കാർ നമ്മളിങ്ങനെ സഹായിക്കും. അതുകൊണ്ട് അവരുടെ ജോലി ഉണ്ടല്ലേ, എന്താണെന്ന് അത് ക്യാൻസൽ ചെയ്യും, സഹായം ക്യാൻസൽ ചെയ്യും. അപ്പോൾ അയൽവാസികൾ ചെയ്യണ സഹായങ്ങളാണ്. ഇതുപോലെ അനീതികൾ ചിലപ്പോൾ ഒരു കല്യാണക്കാര്യം വരുമ്പോൾ അന്വേഷിക്കണത് ഇതുപോലെ റോഡേ വന്നിട്ട് നമ്മൾ ആൾക്കാർ അന്വേഷിക്കുമല്ലോ, ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു കല്യാണം, ഇവിടുന്ന് ഇന്ന വീട്ടിൽ നിന്ന് കല്യാണം എടുക്കുന്നു, അപ്പോൾ അതുകൊണ്ട് ഞങ്ങളവിടെ അന്വേഷിക്കാൻ വന്നാണെന്നൊക്കെ പറയുമ്പോൾ കേൾക്കണം പറയും, അതൊക്കെ ശരിയാണ്, ഒന്ന് അന്വേഷിച്ചിട്ടൊക്കെ വേണം അതൊക്കെ ചെയ്യാനെന്ന്. വേറെ ഒന്നും ആരും പറയുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാലേ
പെണ്ണിന് അല്ലെങ്കിൽ ചെറുക്കൻ എന്താ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് അന്വേഷിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനെന്ന്. അവരെല്ലാം ചെയ്ത, അവർ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, അവർ പറഞ്ഞ് ഇത്രയേ ഉള്ളൂ, അന്വേഷിക്കണമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അണ്ടർ മീനിങ് എന്താ? ആ വീട്ടുകാർ ആ പയ്യൻ കല്യാണം കഴിക്കാൻ പറ്റാത്ത ആളാണെന്നാണ്. അനീതി ഇങ്ങനെ കുറേ പേര് നമ്മളോട് ചെയ്യും, ഓരോരുത്തരത്തിന്. ഈ അനീതി ഇപ്പോൾ ചില ആൾക്കാർ, ചില കടക്കാർ വന്ന് എന്നോട് പറയും, എൻ്റെ അച്ഛ കാശ് കിട്ടുമ്പോൾ കാശില്ലാത്തപ്പോൾ ഓടി എൻ്റെ അടുത്ത് വരും, 1/2 കിലോ അരി, ശർക്കര, തേയില, ഗോതമ്പ് എന്നൊക്കെ പറഞ്ഞ്, പയറെന്നൊക്കെ പറഞ്ഞ് വരും. കാശ് കിട്ടുമ്പോൾ എൻ്റെ മുമ്പിലൂടെ വേറെ കടയിൽ പോകുമെന്ന് പറയും. ഇതൊക്കെ ആൾക്കാർ ചെയ്യണതാണ് ഇങ്ങനെ. അപ്പോൾ നമുക്ക് സങ്കടം തോന്നും. നമ്മുടെ കടയിൽ അവർക്ക് പട്ടിണി വന്നപ്പോൾ നമ്മളാണ് സഹായിച്ചത്. പക്ഷേ 10 പൈസ കിട്ടിയപ്പോൾ അവർ നമ്മുടെ കടയിൽ പോയി 2 അപ്പുറത്തെ കടയിൽ പോകും, അല്ലെങ്കിൽ ടൗണിൽ പോയി മേടിക്കും. അപ്പം നിറവില്ലാത്തവരുണ്ടാകും കുറേ പേര്. നമ്മുടെ ആധ്യാത്മികം വളരാത്തതിൻ്റെ കാരണം ഈ സൂക്ഷ്മജീവികളാണ്. നിറവില്ലായ്മയുടെ സൂക്ഷ്മജീവികൾ എല്ലാവരുടെ ജീവിതത്തിലൊക്കെ കുറേശ്ശെ ഉണ്ട്. അപ്പോൾ ഇത് വരുമ്പോൾ ഇതുമൂലം ഉണ്ടാകുന്ന അനീതികളുണ്ട്. അപ്പോൾ ഈ അനീതി എന്ന് പറയുമ്പോൾ എൻ്റെ ഇടയ്ക്കാണ് അനീതി കിട്ടുകയാണെങ്കിൽ ഞാൻ അതുകൊണ്ട് നല്ല അടിപൊളി നല്ല 24 കാരറ്റിൻ്റെ തങ്കത്തിൻ്റെ കൃപയുണ്ടാക്കും. എന്താ കാര്യം എന്നറിയാമോ? അനീതി നമ്മൾ അനുഭവിച്ചാൽ, ഇപ്പോൾ ഈശോ ബൈബിളിൽ ചോദിക്കണില്ലേ, 1 Corinthians 6:7 കഴിഞ്ഞ ദിവസം കണ്ടതാണ്, എന്നാൽ ഇപ്പോൾ ഒരു വേറെ അർത്ഥത്തിൽ കാണാം നമുക്ക്. 1 Corinthians 6:7 നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ്. എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ? ബൈബിൾ ചോദിക്കണേ, എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ? വഞ്ചന സഹിച്ചുകൂടാ. അപ്പം അപ്പം നമ്മളോർക്കും, എന്തിനാണ് ഈ വഞ്ചന സഹിക്കണത്? എന്തിനാണ് ഇങ്ങനെ ദ്രോഹം ക്ഷമിക്കണത്? ഇത് എന്ത് പുസ്തകം ഇതെന്നൊക്കെ ചോദിക്കും. ചില ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നത് ബൈബിളിലാണ്. കാര്യം എന്താ വെച്ചാൽ യഹൂദന് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ വേറെയും കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് ചൊല്ലി എന്നാണ് അവർ പഠിച്ചു വച്ചിരിക്കുന്നത് അവരുടെ പഴയകാല ജീവിത അനുഭവങ്ങളിൽ നിന്ന്. കർത്താവ് അതെല്ലാം തിരുത്തുകയാണ്, മൊത്തം തിരുത്തുകയാണ്. എന്തിനാണ് തിരുത്തണമെന്ന് നിങ്ങൾക്കറിയാവോ? എന്തുകൊണ്ട് അനീതി നിങ്ങൾക്ക് സഹിക്കാൻ പാടില്ല, എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിക്കാൻ പാടില്ല എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ കാരണം, ഈ ദ്രോഹം ക്ഷമിച്ചാൽ എന്ത് കിട്ടും, അനീതി സഹിച്ചാൽ എന്ത് കിട്ടും അതറിയണമെങ്കിൽ നിങ്ങൾ മത്തായി 5:11-12 വായിക്കണം. എന്നെ പ്രതി അതേ കിടക്കണം. എന്തുകൊണ്ട് അനീതി സഹിക്കാൻ പാടില്ല, അനീതി ക്ഷമിക്കാൻ പാടില്ല, ദ്രോഹം സഹിക്കാൻ പാടില്ല എന്ന് ചോദിച്ചാൽ എന്തിന് സഹിക്കണം, എന്ത് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ഈശോ പറയും എന്നെ പ്രതി എന്ന് പറയും. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും വേണ്ട, മനുഷ്യർ നിങ്ങളെ പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ട് അനീതി സഹിക്കാൻ പാടെന്ന് വെച്ച് കഴിഞ്ഞാലേ, അതായത് നമ്മൾ ഭാഗ്യവാന്മാരാകാൻ വേണ്ടിയാണ് ദൈവതിരുസന്നിധിയിൽ നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അപ്പോൾ പ്രതിഫലത്തിന് തന്നെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഈശോ പ്രതിഫലം എന്ന് പറഞ്ഞിട്ട് പറയും, വലിയ പ്രതിഫലത്തെക്കുറിച്ചാണ് പറയണത്, വലിയ പ്രതിഫലം. ഇപ്പം ഈ ഈശോ ഇങ്ങനെ ഭയങ്കര മാത്തമാറ്റിക്കൽ പ്രിസിഷനോടുകൂടിയാണ് ഇതെല്ലാം സംസാരിക്കുന്നത്. കാര്യം വലിയ പ്രതിഫലമുണ്ട്, ചെറിയ പ്രതിഫലമുണ്ട്. ഇപ്പം അനീതി എന്ന് പറയുമ്പോൾ, എന്തുകൊണ്ട് അനീതി സഹിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ ക്രിസ്തു നാമത്തിൽ സഹിക്കണത്. അപ്പോൾ നമുക്കൊന്നും കിട്ടത്തില്ലല്ലോ, അപമാനമല്ലേ കിട്ടത്തുള്ളൂ. അത് ക്രിസ്തു നാമത്തിലാക്കി അക്കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ വലിയ പ്രതിഫലത്തിലേക്കാണ് പോണത്, പ്രത്യാശയോടെ. ഞാൻ എന്താ നമ്മുടെ സബ്ജക്റ്റ് നിങ്ങൾക്ക് അറിയാമോ? എന്താ സബ്ജക്റ്റ്? ഒരു ബാങ്ക്രപ്സി വന്നാൽ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ചോദിക്കണത് നിങ്ങളോട്. വിശ്വാസ തകർച്ച വന്നാൽ, പ്രാർത്ഥനാ തകർച്ച വന്നാൽ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത രീതിയിൽ സീറോ ഓയിലായി പോയാൽ നമ്മൾ എന്ത് ചെയ്യും? സീറോ എനർജി ആയിപ്പോയി. അതായത് നമ്മൾ എന്ത് ചെയ്യും? പിന്നെ വിശ്വാസ മുന്നേറ്റം നടത്താൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലുള്ള അനീതികൾ നമ്മളോട് ചെയ്തവരോട് നമ്മൾ അങ്ങോട്ട് ചെന്ന് ക്രിസ്തുനാമത്തിൽ ഹൃദ്യമായി സംസാരിക്കുകയും
അവരെ ആശീർവദിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും അവരെ സഹായിക്കുകയൊക്കെ ക്രിസ്തു ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാങ്ക്രപ്സി ആയിപ്പോയ വിശ്വാസം പെട്ടെന്ന് ഷൂട്ടപ്പ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ നമ്മൾ വളരെ ബുദ്ധിപരമായൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ബൈബിൾ നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഇവിടെ നിർത്തിയതിന്, എന്നെ ഉയർത്തിയതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് നീതു ജെയിംസ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ വരുന്നത്. 2019 ഞാൻ കൃപാസനത്തിലേക്ക് ഞാൻ വരുന്നത്, ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ സാക്ഷ്യം പറയാനായിട്ട് ഒത്തിരി വൈകിയതിന് ഞാൻ എൻ്റെ ഈശോയോട് ഞാൻ മാപ്പ് പറയുന്നു. ഞാൻ നഴ്സാണ്. ഞാൻ വിദേശ ജോലിക്കായിട്ട് ഞാൻ ഒത്തിരി പ്രാവശ്യം IELTS OET ഒക്കെ എക്സാമുകൾ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നിലും ഞാൻ പാസ്സാവുന്നുണ്ടായിരുന്നില്ല. ഇംഗ്ലീഷ് തന്നെ ഇഷ്യൂ. കാരണം ഞാനൊരു മലയാളം മീഡിയത്തിൽ പഠിച്ചൊരു കുട്ടിയാണ്. അപ്പം ഇംഗ്ലീഷ് എത്രത്തോളം പറയാൻ കിട്ടും എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം IELTS എഴുതുമ്പോഴായാലും എനിക്ക് ആവശ്യമായിട്ടുള്ള സ്കോറ് കിട്ടുന്നുണ്ടായിരുന്നില്ല. 4-5 പ്രാവശ്യം ഞാൻ IELTS എഴുതി. OET അതൊരു 4 പ്രാവശ്യം ഞാൻ എഴുതി. ആ സമയത്താണ് കൃപാസനത്തിലെ കുറിച്ച് ഞാൻ അറിയുന്നത്. എൻ്റെ ഒരു സീനിയർ ചേച്ചി എൻ്റെ അടുത്ത് പറയാണ് കൃപാസനത്തെ പറ്റിയിട്ട്. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്ന് നോക്കാം, ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം, ജോസഫ് അച്ഛനെ കുറിച്ചിട്ടൊക്കെ ചേച്ചി പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം, ഇനിയിപ്പോൾ ഈശോ എന്നെ ഇതിലൂടെ ആയിരിക്കാൻ ഈശോ ഉയർത്താന്നുള്ള ഒരു ഇതിൽ വിശ്വസിച്ച് ഞാനിവിടേക്ക് വന്നു. ഞാൻ വന്നത് ഒറ്റയ്ക്കാണ് ഞാനിങ്ങോട്ട് വന്നത്. ആ സമയത്ത് അന്ന് തന്നെ ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ഞാൻ എൻ്റെ നിയോഗങ്ങൾ ഞാൻ എഴുതി സമർപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഓൾറെഡി OET എക്സാമിന് ഞാൻ ഡേറ്റ് എടുത്തിട്ടായിരുന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ പോയി. OET എക്സാം ഞാൻ എഴുതി. പക്ഷേ എനിക്ക് വീണ്ടും സ്കോർ എനിക്ക് ലഭിച്ചില്ല. ആദ്യം OET എഴുതിയപ്പോൾ 2 വിഷയത്തിൽ ഞാൻ പോയി. രണ്ടാമത് എഴുതിയതിൽ ആ പോയ വിഷയത്തിൽ ഞാൻ ജയിച്ചു. ബാക്കി 2 വിഷയത്തിൽ ഞാൻ വീണ്ടും പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു ഏജൻസി എൻ്റെ അടുത്ത് പറഞ്ഞു, ക്ലബിംഗ് സ്കോർ വഴിയായിട്ട് ന്യൂസിലാൻഡിലേക്ക് അവർ അത് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ അവർ പറയുന്നൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലബിംഗ് സ്കോർ ഉണ്ടായാലും PR കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. നീ വീണ്ടും അവിടെ ചെല്ലുമ്പോൾ OET അല്ലെങ്കിൽ IELTS എഴുതിയ അല്ലെങ്കിൽ PTE എക്സാം എഴുതിയാലാണ് പാസ്സാവുള്ളൂ എന്ന് പറഞ്ഞു. അല്ല, ഈ PR വിസ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈ വിഷയങ്ങൾ. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ഞാൻ കണ്ടിന്യൂ ചെയ്തു. അച്ഛൻ്റെ ധ്യാനത്തിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്, ആരാധനയിൽ ഞാൻ പങ്കെടുത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. വീട്ടിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹമായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ സമയത്തൊന്നും. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റേബിളായിട്ട് വിവാഹം ചെയ്യാമെന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ പ്രോസസ്സിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് എൻ്റെ അമ്മ പറഞ്ഞു, നീ ഒന്നുകൂടെ, എൻ്റെ ആൻറ്റി നേഴ്സാണ്, ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എക്സാം എഴുതി ഒരു പ്രാവശ്യം കൂടി അയർലൻഡിൻ്റെ സ്കോർ നീ മേടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ OETക്ക് വീണ്ടും ഞാൻ എക്സാം ഡേറ്റ് എടുത്തു. ഞാൻ അങ്ങനെ എക്സാമിന് ഞാൻ പോകുന്ന സമയത്ത് ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ചിട്ട് പിന്നെ കാശ് രൂപം കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതിയത്. ഓരോ ക്വസ്റ്റ്യനും ഞാൻ കാശ് രൂപം ഞാൻ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതുന്നുണ്ടായിരുന്നത്. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ പാസ്സായി. ഞാൻ അയർലൻഡിൻ്റെ സ്കോർ എനിക്ക് കിട്ടി. പക്ഷേ ആ സെയിം സമയത്ത് തന്നെയാണ് ഞാൻ ഇതിൻ്റെ പ്രോസസ്സിങ്, ന്യൂസിലാൻഡിൻ്റെ പ്രോസസ്സിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഇവിടേക്ക് വന്നു ഞാൻ ഉടമ്പടി ഞാൻ ഒരു പ്രാവശ്യം ഞാൻ പുതുക്കിയ സമയത്ത് കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ബ്രദറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഈ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു. അപ്പോൾ ബ്രദർ പറഞ്ഞു, ഈശോയും അമ്മ മാതാവും എൻ്റെ അപ്പുറത്തും നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് നീ പേടിക്കേണ്ട, നിനക്ക് ന്യൂസിലാൻഡിൽ ഈ ക്ലബിംഗ് സ്കോറിലാണ് നിനക്ക് ക്യാപ്പിന് ഒരു സീറ്റ് നിനക്ക് കിട്ടും, പേടിക്കേണ്ടെന്ന് പറഞ്ഞു. ഈശോ അമ്മ മാതാവും കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ഒരു വിശ്വാസത്തിൽ ഞാൻ തിരിച്ചു പോയി. അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടുന്ന് ന്യൂസിലാൻഡിൻ്റെ കോളേജിൽ നിന്ന് എനിക്ക് മെയിൽ വന്നേക്കാണ്, എനിക്ക് ക്യാപ്പിന് സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ അയർലൻഡിൻ്റെ ഞാനത് ഡ്രോപ്പ് ചെയ്യാണ് ചെയ്തത്, അത് പിന്നെ കണ്ടിന്യൂ ചെയ്തില്ല ഞാൻ. അങ്ങനെ ന്യൂസിലാൻഡിൻ്റെ വിസ വന്നു എനിക്ക്. അത് കഴിഞ്ഞ് ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ഞാൻ കയറി പോകുന്നത്. ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് പുറത്തേക്ക് അങ്ങനെ അധികം പോകാത്ത ആളാണ്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് വരുന്നത്. പിന്നെ അല്ലാതെ ഞാൻ ഒത്തിരി കേരളത്തിന് പുറത്തേക്കൊന്നും ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടില്ല. എനിക്ക് എങ്ങനെ ഫ്ലൈറ്റിൽ കയറേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഫ്ലൈറ്റിൽ അങ്ങനെ കയറിയിട്ടില്ല ഞാൻ.
അപ്പോൾ ഞാൻ ഈ കാശ് രൂപം കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നുണ്ടായിരുന്നത്. എനിക്ക് എവിടേക്ക് പോകണം, എങ്ങനെ പോകണം, ഏത് ഗേറ്റിൽ മുന്നിൽ പോയി നിൽക്കണം എന്നൊന്നും എനിക്കറിയില്ല. ഫ്ലൈറ്റിൽ യാത്ര ചെയ്തവർക്ക് അതറിയാം. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. ആളാണ് എന്നെ ത്രൂ ഔട്ട് ഞാൻ ന്യൂസിലാൻഡിൽ എത്തുന്ന വരെ, സിംഗപ്പൂരിൽ എത്തിയപ്പോഴായാലും അവിടെ വലിയ എയർപോർട്ട് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവും എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണം എന്നുള്ളത്. അപ്പോൾ ആളാണ് എന്നെ എല്ലായിടത്തേക്കും കൊണ്ട് എന്നെ ഫ്ലൈറ്റ് കയറിയിടത്തോളം വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അത് അമ്മ മാതാവാണ് എന്നെ അതിന് ഹെൽപ്പ് ചെയ്തത്. അമ്മ മാതാവാണ് കൂടെ ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ന്യൂസിലാൻഡിലെത്തി. അവിടെ എത്തിയപ്പോഴത്തേനും ഞാൻ എൻ്റെ ഉടമ്പടി ലാഗാവാൻ തുടങ്ങി. ഞാൻ ഉഴപ്പാൻ തുടങ്ങി. പ്രാർത്ഥനകളൊന്നും മര്യാദയ്ക്ക് ചെല്ലുന്നില്ല. ആ സമയത്ത് എനിക്ക് 3 മാസത്തെയാണ് എനിക്ക് ക്യാപ്പ് പ്രോഗ്രാം വരുന്നത്. ആ ക്യാപ്പിന് മെഡിക്കേഷൻ കാൽക്കുലേഷൻ എക്സാം ഉണ്ട്. ആ കാൽക്കുലേഷൻ എക്സാമിന് നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 20 നമ്മൾ പാസ്സായാൽ മാത്രമാണ് നമുക്ക് അവർ രജിസ്ട്രേഷൻ തരുള്ളൂ. അപ്പോൾ തിയറി ഞാൻ പാസ്സായി, പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കാൽക്കുലേഷൻ എക്സാം ഞാൻ പോയി. അവർ രണ്ടാമത് എനിക്ക് ഇത് തന്നു, അവസരം തന്നു. പക്ഷേ രണ്ടാമത്തേനും ഞാൻ വീണ്ടും തോറ്റുപോയി. മൂന്നാമത് എനിക്ക് അവസരം തന്നു, മൂന്നാമത്തേലും ഞാൻ തോറ്റുപോയി. അപ്പോൾ എന്തോ എവിടെയോ എനിക്ക് പിഴവ് വന്നു എന്ന് എനിക്ക് മനസ്സിലായി. ആ സമയത്ത് ഞാൻ ഓൺലൈനിൽ ഞാൻ ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഞാൻ കേൾക്കാറുണ്ട്. ഉടമ്പടി പുതുക്കാൻ അച്ഛൻ പറയുന്നുണ്ട്. ഞാൻ ഓൺലൈനിൽ വീണ്ടും ഞാൻ ഉടമ്പടി എടുത്തു ആ സമയത്ത്. അപ്പോൾ ഈ ഉടമ്പടി എടുത്തിട്ട് ഞാൻ എൻ്റെ ട്യൂട്ടർ, ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ ഉണ്ട്. ഇൻസ്ട്രക്ടർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നീതു നിനക്കിനി ഒരു അവസരമില്ല, ഇതാണ് കോളേജിൻ്റെ ഡിസിഷൻ, തിരിച്ചു പോകേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. കാരണം എനിക്കിനി അവസരമില്ല. 3 അറ്റംപ്റ്റ് ഓൾറെഡി കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് തന്നു. ഇനി അറ്റംപ്റ്റ് തരണമെങ്കിൽ ഞാൻ 6 ലക്ഷം രൂപ, അതായത് അവിടുത്തെ ന്യൂസിലാൻഡ് ഡോളറിൽ ഞാൻ അത്രയും എമൗണ്ട് ഞാൻ അടച്ചിട്ട് വേണം എനിക്ക് വീണ്ടും രണ്ടാമത് കോഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട്. അത്രയും ഒരു എമൗണ്ട് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിലില്ല. ആ സമയത്ത് ഞാൻ ഉടമ്പടി പുതുക്കി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഈശോയോട് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ മാതാവിനോടും ആരാധനയിൽ. ആ സമയത്ത് ഒരു മാസം 1-2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് കോളേജിൽ നിന്ന് എൻ്റെ വിസ തീരാറായ സമയത്താണ് കോളേജിൽ നിന്ന് എനിക്ക് വീണ്ടും വിളി വരുന്നത്. നീതുവിന് ഒരു അറ്റംപ്റ്റും കൂടി ഞങ്ങൾ തരാം, നെക്സ്റ്റ് ബാച്ചിൻ്റെ കൂടെ നീതുവിനെ ഞങ്ങൾ ഇരുത്താമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വിസ അവർ ഓട്ടോമാറ്റിക്കലി റിന്യൂ ചെയ്തു. അങ്ങനെ എന്നെ നെക്സ്റ്റ് ബാച്ചിൻ്റെ കൂടെ അവർ എക്സാം എഴുതാൻ സമ്മതിപ്പിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് കാശ് രൂപം കയ്യിൽ കൊണ്ടുപോയി ഞാൻ എക്സാം എഴുതി ഞാൻ അതിൽ പാസ്സായി. അതിന് ഈശോയോട് ഞാൻ നന്ദി പറയുന്നു. അത് കഴിഞ്ഞ് പിന്നത്തെ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ക്ലബിംഗ് സ്കോറിൽ എനിക്ക് PR എങ്ങനെ കിട്ടും എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാരണം അത് കിട്ടില്ല, ആർക്കും കിട്ടില്ല. അത് രണ്ടാമത്തെ എക്സാം എന്തായാലും എഴുതണം, അല്ലാണ്ട് അവിടുത്തെ ഇമിഗ്രേഷൻ അത് അനുവദിക്കില്ല. അങ്ങനെ ഈ ലോക്ക്ഡൗണിൻ്റെ സമയമായതുകൊണ്ട് വിസ പ്രോസസ്സിങ്ങുകളൊന്നും നടക്കുന്നില്ല, എല്ലാം അവർ ഹോൾഡ് ചെയ്ത് വെച്ചേക്കായിരുന്നു അവിടെ. അങ്ങനെ ആ സമയത്ത് 2023 ഒക്കെ ആയപ്പോഴത്തേനും വിസ പ്രോസസ്സിങ് അവർ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി ഇമിഗ്രേഷൻ. ആ സമയത്ത് അവർ പുതിയ റൂൾ പ്രഖ്യാപിച്ചു. ഈ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണം. വർക്ക് വിസ നമുക്ക് റിന്യൂ ചെയ്ത് പോകാൻ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇത് PR കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പോകുന്നത്, അവർ സെറ്റിൽ ആവണമെന്ന രീതിയിൽ. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് ഈ അച്ഛൻ്റെ ധ്യാനങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. അതിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഇതിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എനിക്ക് തരണം. കാരണം ഇതായിരുന്നു ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ക്ലബിംഗ് സ്കോർ വഴിയായിട്ട് തന്നെ എനിക്ക് സീറ്റ് തരണം, അതേമാതിരി PR വിസ എനിക്ക് തരണം എന്നായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുമാതിരി തന്നെ അത്ഭുതം എന്ന് പറയട്ടെ, അവിടുത്തെ ന്യൂസിലാൻഡ് ഗവൺമെൻറ് ഇമിഗ്രേഷൻ അവർ റൂള് പ്രഖ്യാപിച്ചു. ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ന്യൂസിലാൻഡിലേക്ക് വന്ന എല്ലാ ഇമിഗ്രൻസിനും അവർ റെസിഡൻറ്റ് വിസ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതവർ കാറ്റഗറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാറ്റഗറിയിൽ ഞാനും പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് റെസിഡൻറ്റ് വിസ എൻ്റെ ഈശോ എനിക്ക് തന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് 1.5 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് PR കിട്ടി. ഒത്തിരി അനുഗ്രഹം തന്ന എൻ്റെ ഈശോയ്ക്ക്, അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു. നോട്ട് ബൈ മെറിറ്റ്, നമ്മുടെ ജോസഫ് അച്ഛൻ എപ്പോഴും പറയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഉടമ്പടി ലാഗാക്കിയതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ. ഉടമ്പടി നമ്മൾ പ്രോപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ അനുഗ്രഹങ്ങൾ ഒരിക്കലും വൈകില്ല. മാതാവ് സമയച്ചുരുക്കത്തിൻ്റെ മാതാവാണ്. മാതാവ്
പെട്ടെന്ന് തന്നെ അത് കാര്യങ്ങൾ ഈശോയുടെ അടുത്ത് പറഞ്ഞ് നമുക്ക് തരും. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഞാനത് ലേഗാക്കിയത് കൊണ്ടാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ലേഗായി പോയത്. പക്ഷേ ഈശോ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് ഞാൻ വിശ്വസ്തത കാണിച്ചെങ്കിലും ഈശോ വിശ്വസ്തനായതുകൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ഈശോ വിശ്വസ്തയോടെ എനിക്ക് ചെയ്തു തന്നു. അപ്പോൾ ഈശോയോട് എല്ലാവരും പ്രാർത്ഥിക്കുക, കുമ്പസാരിക്കുക. ഞാൻ കുമ്പസാരിച്ചു. ന്യൂസിലാൻഡിൽ പോയിട്ട് എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാനോ മര്യാദയ്ക്ക് കുമ്പസാരിക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ വെച്ചിട്ട് ഒരു മലയാളി വൈദികനെ ഞാൻ പരിചയപ്പെട്ടിട്ട് ആ വൈദികനാണ് എന്നോട് പറഞ്ഞത് ഇത് നല്ല ഒരു കുമ്പസാരം നടത്താൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ കുമ്പസാരിച്ചു ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചത്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ സംഭവിച്ചു. അതെൻ്റെ ഭൗതിക അനുഗ്രഹങ്ങളാക്കിയിട്ട് ദൈവം എനിക്ക് തന്നു. ബൈബിൾ വായന ഞാൻ മുടക്കിയിട്ടുണ്ടായിരുന്നില്ല ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത്. വിശുദ്ധ കുർബാന പറ്റുന്ന സമയങ്ങളൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ പോവും, കുമ്പസാരിക്കും. പിന്നെ ന്യൂസിലാൻഡിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ടായിരുന്നു. ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ അവിടെ പോയിട്ട് അവിടുത്തെ അമ്മച്ചിമാരുണ്ട്, അവർക്ക് പോയി അവർക്ക് ശുശ്രൂഷകൾ ഞാൻ ചെയ്തു കൊടുക്കുക, അവരെ കുളിപ്പിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, അങ്ങനത്തെ പരിചരണങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. ന്യൂസിലാൻഡിൽ പോയിട്ടായാലും അത് അവിടെ ചെന്നിട്ടും നമ്മൾ ചെയ്യുന്ന ജോലി എന്താ പറയുക, കാശ് ലഭിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഇതല്ല, ഒരു സർവീസ് എന്ന രീതിയിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുക. അത് ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു ഞാൻ പോകണു. അപ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവ് വഴി എനിക്ക് തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ എൻ്റെ ഈശോയോട് ഞാൻ നന്ദി പറയുന്നു. വിലാപങ്ങൾ 3, 24, 25 തിരുവചനങ്ങൾ. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എന്ന് ഞാൻ പറയുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. നിതു ജെയിംസ് എന്ന ഈ മകളുടെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മോട് പങ്കുവച്ചത്. ഓഫ്ലൈൻ ഉടമ്പടിയും പിന്നീട് ഓൺലൈൻ ഉടമ്പടിയും എടുത്ത മകൾ കടന്നുപോയ ജീവിത പ്രതിസന്ധികളിൽ പരിശുദ്ധമ്മയും ഈശോയും എങ്ങനെ ഇടപെടുകയും മെറിറ്റ് ഒട്ടുമില്ലാത്ത സാഹചര്യങ്ങളിലും സാധ്യതകളിലും അമ്മ മാതാവും ഈശോയും ഏറ്റവും ഭാരമില്ലാത്ത സാഹചര്യങ്ങളിലൂടെ ബ്രേക്ക് വരാത്ത രീതിയിൽ ജീവിതത്തെ സുരക്ഷിതമാക്കി ശുഭകരമാക്കിയത് എങ്ങനെയെന്ന് മകൾ വാക്കുകളിലൂടെ പങ്കുവയ്ക്കുകയായിരുന്നു. മകൾ സൂചിപ്പിച്ചു, ന്യൂസിലൻഡ് പ്രോസസ്സിലേക്കാണ് മകൾ ആദ്യം പ്രവേശിക്കുന്നത്. അവിടെ ക്ലബിംഗ് സ്കോറിലാണ് അവിടെ പോകുവാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച് കിട്ടുന്നത്. ആ ഉടമ്പടി എടുത്ത ആദ്യ നാളുകളിൽ തിഷ്ഠതയോടെ പ്രാർത്ഥിച്ച് വലിയ സമയ ദൈർഘ്യമൊന്നും ഇല്ലാതെ അയർലൻഡും ന്യൂസിലൻഡും ഒരുപോലെ വരികയും ന്യൂസിലൻഡ് ഓപ്റ്റ് ചെയ്ത് മകൾ അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ഉടമ്പടി എടുക്കുന്നവരിൽ വരുന്ന ഒരു ചെറിയ പ്രശ്നം കൂടിയാണത്. നമ്മൾ ഒരു അനുഗ്രഹം കിട്ടി സുരക്ഷിതമായി എന്ന് കരുതുന്ന നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തോട് നമ്മൾ തന്നെ ചില അലസതയും അലക്ഷ്യമായ രീതികളും ദൈവം ഇനി വേണ്ടല്ലോ, എനിക്ക് കാര്യങ്ങൾ ഓക്കെ ആയല്ലോ എന്ന് കരുതി സ്വന്തം വഴിക്ക് പോകുവാനുള്ള തീരുമാനങ്ങളും ഒക്കെ എടുക്കാറുണ്ട്. നമ്മളെ അത് കൂടുതൽ ആപത്തുകളിലേക്കാണ് കൊണ്ടുപോകാറുള്ളത്, വിശുദ്ധിയുടെ കുറവിലേക്കാണ് കൊണ്ടുപോകാറുള്ളത്. നമ്മുടെ ആ ആത്മാവിൻ്റെ ഇൻറ്റഗ്രിറ്റിയെയാണ് പലപ്പോഴും തകർക്കാറുള്ളത്. നമ്മൾ ജോലി ചെയ്തും അവിടെയുള്ള കാഴ്ച കണ്ടും അവിടെയുള്ള ജീവിതം ആസ്വദിച്ചുമൊക്കെ മുൻപോട്ട് പോകുമ്പോൾ അത് അല്പം കൂടി മുന്നോട്ട് ചെന്ന് കഴിഞ്ഞ് നമ്മളെ കാത്തിരിക്കുന്ന പലതുമുണ്ടെന്നും അവിടെയൊക്കെയും ദൈവികമായ സംരക്ഷണമില്ലെങ്കിൽ ജീവിതം ക്ലേശകരമാകുമെന്നും അറിയാതെയാണ് നമ്മൾ പലപ്പോഴും ഒരു കാര്യം നേടിയാൽ അവിടം കൊണ്ട് ഉടമ്പടി നമ്മൾ ഉപേക്ഷിച്ച് പോകുന്നവരായി പലപ്പോഴും കാണുന്നത്. മകൾ അതാണ് പറയുന്നത്, ഞാൻ ഉടമ്പടി ഉഴപ്പി എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന അനുഗ്രഹങ്ങൾ പെട്ടെന്ന് നിൽക്കുകയും എല്ലാ കാര്യങ്ങളും ലാഗാകാൻ തുടങ്ങുകയും ചെയ്തുവെന്ന, താമസിക്കാൻ തുടങ്ങിയെന്ന്. പക്ഷേ മകൾ തന്നെ തിരിച്ചറിയുന്നുണ്ട്, ഞാൻ എൻ്റെ കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചാലും എൻ്റെ നല്ല കർത്താവ്, എൻ്റെ നല്ല ഈശോ എന്നോടൊരിക്കലും അവിശ്വസ്തത കാണിക്കില്ല. അവിടുന്നൊരു അനുഗ്രഹത്തിൻ്റെ കരം പിരിച്ചെന്നെ ആശീർവദിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഞാൻ തിരികെ വരുവാൻ വേണ്ടി കാത്തിരിക്കും, അതിനുള്ള പല വഴികളും എനിക്ക് ഒരുക്കി തരും. മകൾ പറയുന്നുണ്ട്, ഇവിടുന്ന് ഞാൻ ന്യൂസിലൻഡിലേക്ക് പോകുമ്പോൾ എൻ്റെ അമ്മ മാതാവ് ഒരു ദൂതനെ കൂടെ ചേർത്ത് നിർത്തി
ആ നിമിഷം വരെ എനിക്കറിയാത്തൊരു മനുഷ്യൻ എന്നെ ന്യൂസിലൻഡ് വരെ സുരക്ഷിതമായി എത്തിച്ചേരുന്നതിന് ഒരു ഭയവുമില്ലാതെ, ഒരു ആകുലതയുമില്ലാതെ എന്തായിത്തീരുമെന്ന് പോലും ആശങ്കപ്പെട്ടിരുന്ന എനിക്ക് അമ്മ ഇങ്ങോട്ട് ആളെ അയച്ച് എന്നെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ എത്തിക്കുകയാണ് ചെയ്തത്. അത്ര കണ്ട് അമ്മ മാതാവിൻ്റെ സാന്നിധ്യം, ദൂതന്മാരുടെ സംരക്ഷണം അനുഭവിച്ച ഒരു ജീവിതത്തിലാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ അല്പം ലാഗിങ് വരുന്നത്. പ്രിയമുള്ളവരെ, മകൾ പറയുന്നുണ്ട്, പിന്നീട് തിരിച്ചറിയുന്നത് താനൊരു നല്ല കുമ്പസാരം നടത്തണം, താൻ ആത്മീയ ജീവിതത്തിലേക്ക് മടങ്ങി വരണം, താൻ ഉപേക്ഷിച്ച അമ്മ മാതാവിനെ ജീവിതത്തോട് ചേർത്ത് പിടിക്കണം. അവിടെ ആയതുകൊണ്ട് വീണ്ടും ഓൺലൈൻ ഉടമ്പടിയിലേക്ക് ജീവിതമൊന്ന് വിട്ടുകൊടുത്ത് മകൾ പിന്നീട് നടത്തിയ ദൈവശരണമുള്ള ജീവിതം എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുകയാണ്. ക്ലബിംഗ് സ്കോർ ആയതുകൊണ്ട് PR കിട്ടില്ല, അതവിടുത്തെ റൂളാണ്. മകൾ പറയുന്നു, എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുമ്പോൾ റൂള് മാറുന്നു, പുതിയ നിയമം വരുന്നു. അത് കോവിഡ് കാലത്ത്, ലോക്ക്ഡൗൺ കാലത്ത് അവിടെ വന്നു ചേർന്നവരാണെങ്കിൽ പ്രത്യേക കാറ്റഗറിയിലുള്ളവർക്കെല്ലാം PR കൊടുക്കാൻ തീരുമാനമാവുന്നു. രണ്ടാമത് പരീക്ഷ എഴുതാതെ, പണം മുടങ്ങാതെ മകൾക്കവിടെ PR-നുള്ള വഴിയൊരുങ്ങി കിട്ടുന്നു. ചെന്നപ്പോൾ പരീക്ഷ തുടർച്ചയായി തോറ്റുകൊണ്ടിരിക്കുന്നു. അത് 3 ചാൻസ് കഴിഞ്ഞു, 4ാമത് 6 ലക്ഷം രൂപ അടക്കണം. ആ സമയത്താണ് തിരികെ ധൂർത്തപുത്രൻ പന്നിക്കുഴിയിൽ കിടന്ന് പിതാവിനെ ഓർത്ത് വീട്ടിലേക്ക് മടങ്ങുവാൻ വേണ്ടി ഒരു നല്ല കുമ്പസാരം ആ പന്നിക്കുഴിയിൽ നടത്തിയതുപോലെ മകൾ അപ്പോഴാണ്, എന്നെ ഇവിടം വരെ എത്തിച്ചെൻ്റെ അമ്മ മാതാവിനെ ഞാൻ പാതിവഴിയിൽ ഉപേക്ഷിച്ചത് കൊണ്ടല്ലേ ഇത്രത്തോളം ഞാൻ ക്ലേശിക്കുന്നത്. അമ്മയെ ചേർത്ത് പിടിച്ച് അതാ 1-2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും അവർ തന്നെ വിളിച്ചു പറയുന്നു, നാട്ടിലേക്ക് പോകേണ്ട, ഒരു ചാൻസ് കൂടി തരാം, 6 ലക്ഷം രൂപ അടയ്ക്കേണ്ട, നിന്നെ ഞാൻ പുതിയ ബാച്ചിനൊപ്പം ഇരുത്തുകയാണെന്ന്. ആ ഭാരങ്ങൾ ലഘൂകരിച്ച് കൊടുക്കുന്നത്, തടസ്സങ്ങൾ മാറ്റിക്കൊടുത്ത് വീണ്ടും ട്രാക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് ഒരു ദൈവിക സംരക്ഷണത്തെ മകളുടെ ജീവിതത്തിലേക്ക് നൽകുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും അങ്ങനെയാണ്. നമുക്ക് ഒത്തിരി ഹഡിൽസ് ജീവിതത്തിൽ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വരുന്നത് കാണാൻ പറ്റും. പക്ഷേ ഈ ഹഡിൽസൊക്കെ മറികടക്കുവാനുള്ള ആത്മശക്തിയും കണ്ണുകൾക്കുള്ള ഉൾക്കാഴ്ചയും ജീവിതത്തിലുള്ള സ്ഥിരതയും അമ്മ മാതാവ് നമുക്ക് ഉടമ്പടിയിലൂടെ നൽകിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഉടമ്പടി ഏതെങ്കിലും ഒരു കാര്യം നേടുവാൻ വേണ്ടിയുള്ള കുറുക്കുവടിയല്ല. അമ്മ മാതാവും ഈശോയും ജീവിതത്തിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുവാനുള്ള ഉറപ്പിൻ്റെ വഴിയാണെന്ന് പറയുന്നത്. ഈ മകളെ എത്രത്തോളം കാത്തുകൊണ്ടു, തിരികെ വന്നപ്പോൾ എത്രത്തോളം മകളുടെ ജീവിതത്തെ സുരക്ഷിതമാക്കി, എല്ലാ മേഖലകളെയും അമ്മയും ഈശോയും എങ്ങനെ അനുഗ്രഹിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. നമുക്കും ഇത് അമ്മയും ഈശോയും തരുവാൻ സന്നദ്ധമാണ്. നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ വീഴ്ചകളുണ്ടോ എന്ന് പരിശോധിക്കണം. കുമ്പസാരത്തിന് വിശ്വസ്തതയില്ലായ്മയുണ്ടോ എന്ന് പരിശോധിക്കണം. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ മടിയുണ്ടോ എന്ന് പരിശോധിക്കണം. അമ്മ മാതാവ് തന്നെ, ഈശോ തന്നെ നമ്മളോട് പറയും, മകനെ മകളെ ഇന്ന കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്, ജീവിതം ശരിയാകുമെന്ന്. ജീവിതം അമ്മ ശരിയാക്കി തരും. അമ്മയെ കാണാൻ വന്നാൽ അമ്മ കണ്ണടച്ചിരിക്കില്ല, കണ്ണു തുറന്ന് നമ്മുടെ ജീവിതത്തെ കാണും. ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. പരിശുദ്ധ മാതാവിന് നന്ദി. എൻ്റെ പേര് സുരേഷ് എന്നാണ്. എൻ്റെ വീട് കൂത്താളം തൊടുപുഴയാണ്. എൻ്റെ പ്രതീക്ഷ സാധ്യമായി എനിക്ക് പറയുമ്പോൾ ചെറിയ വിഷയങ്ങളുണ്ട്. കാരണം എനിക്ക് 5 സ്റ്റോക്കായിരുന്നു തലയ്ക്ക്. ഒമാനിലായിരുന്നു എനിക്ക് ജോലി. ഞാൻ അവിടുന്ന് അൽക്കൂദ്, വർക്ക ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിൽ പോയി 1 വർഷത്തോളം അവിടെ കിടന്നിട്ട് എനിക്ക് കുറയാതെ വന്ന് 5 സ്റ്റോക്ക് വന്ന് തലച്ചോറിലേക്ക് ബ്ലഡ് പാസ് ചെയ്യുന്നുണ്ടായില്ല. അപ്പോൾ അവർ പറഞ്ഞു 3 മാസത്തിനുള്ളിൽ ഇവന് ആയുസ് ഉണ്ടാവില്ല, അതിപ്പോൾ ഇവൻ വീട്ടിലേക്ക് എങ്ങനെയും വിട് എന്ന് പറഞ്ഞു. ലുലുവിൻ്റെ മുതലാളി ജോസഫ് എന്നോട് പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും കയറി പോകാൻ നോക്കിക്കോ, വീട്ടിൽ പോകാൻ പറഞ്ഞ്. വീട്ടിൽ പോകാൻ വന്ന് അവിടുന്ന് ഒരു 3 പേരെ കൂടെ എൻ്റെ കൂടെ വിട്ട് ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് കയറിയത്. വീൽ ചെയറിൽ വന്നാണ് ഇറങ്ങി അവിടുന്ന് ആംബുലൻസ് കയറ്റി നേരെ ആസ്റ്റർ മെഡിക്കൽ സിറ്റിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞിരുന്നത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. അപ്പം നേരെ ലിസി കൊണ്ടുപോയി.
ആ ആംബുലൻസിൽ തന്നെ കയറ്റി ലിസി കൊണ്ടുപോയി. ലിസി ചെന്ന് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ഇവിടെയും എടുക്കില്ല എന്ന് പറഞ്ഞു. സുധീന്ദ്ര എന്ന് പറയുന്ന ആശുപത്രി ഉണ്ട് എറണാകുളത്ത്, അവിടെ കൊണ്ട് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടും രക്ഷയില്ല. വന്നപ്പോൾ തന്നെ ഇവിടെ അമൃതയെ കൊണ്ടുപോയി. അമൃതയിൽ ചെന്നു. അമൃതയിൽ ചെന്നിട്ടും അവർ പറഞ്ഞു 5 ഓപ്പറേഷൻ തലയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് തന്നെ ആൾ പോകും. അതിഭേദം കിട്ടുന്നോളത്തും നിൽക്കട്ടെ, അവിടെ നിൽക്ക്, വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. വീണ്ടും അവർ തന്നെ തിരിച്ച് സുധീന്ദ്രയിലേക്ക് തന്നെ വിട്ടപ്പോൾ അവർ പറഞ്ഞു ഈ ആൾക്ക് കൊടുക്കാൻ പറ്റിയത് വേദനയുടെ ഗുളികയും ഉറക്ക ഗുളികയും കൊടുക്കാം, കിടന്നുറങ്ങിക്കോളൂല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ വേദന അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ അത് മേടിച്ച് കഴിച്ച് ഒരാഴ്ചത്തോളം നിന്നു. അപ്പോഴത്തേക്കും എൻ്റെ വൈഫ് എൻ്റെ കയ്യിലിരുന്ന കാശും അടിച്ചെടുത്ത് അവൾ വേറെ ഒരുത്തിൻ്റെ കൂടെ പോയി. കാരണം ഞാൻ 3 മാസം ഡേറ്റ് എനിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ അവൾ പോയി. അത് വിഷയമല്ല. എൻ്റെ മരണം എല്ലാവരും ഫിക്സ് ചെയ്ത് വീട്ടുകാരും ഉറപ്പിച്ചു 3 മാസം കൊണ്ട് ആൾ തീരും, അപ്പം നീ എന്തായാലും മരിക്കാൻ പോകുന്നു. ഞാൻ അപ്പോൾ എന്നോട് പറഞ്ഞു ഇത്രയും നിനക്ക് സ്ഥലമുണ്ട്, ഞാൻ സ്ഥലം ഇല്ലാതെ പാറപ്പുറത്താണ് കിടക്കുന്നത്, ആ സ്ഥലമെങ്കിലും എൻ്റെ പേരിലേക്ക് എഴുതിയിട്ട് അല്ലെങ്കിൽ നിൻ്റെ മക്കൾക്ക് അവകാശം വരും, ഞങ്ങൾക്കൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞു. ശരിയാണല്ലോ എന്ന് കണക്കൂട്ടി ഞാൻ എൻ്റെ അച്ഛൻ്റെയും പെങ്ങളുടെയും പേരിലേക്ക് സ്ഥലം എഴുതിയിട്ട് കൊടുത്തു. എനിക്ക് കൈ കൊണ്ട് ഒപ്പിടാൻ പറ്റില്ല, കൈ തളർന്ന് കിടക്കുകയായിരുന്നു. വലത്ത് വശം മൊത്തം തളർന്ന് താടയിലൊക്കെ മാറി ആകെ ഇതായി കിടന്ന ആളാണ് ഞാൻ. അപ്പോൾ ഈ പഞ്ച് ചെയ്ത് ഇങ്ങനെ കൈ തന്തവരിൽ പതിപ്പിച്ച് ഒപ്പിട്ട് കൊടുത്തു. അവർ സ്ഥലം വീടും അവരെടുത്തു. അപ്പോൾ എൻ്റെ പെങ്ങളും എടുത്തു, അച്ഛൻ്റെ അമ്മേനെയും അവർ നോക്കുന്നു, പെങ്ങളെ സ്ഥലം എടുത്തു. ഞാൻ എന്തായാലും എനിക്ക് വേറെ പോകാനുമില്ല, ആശുപത്രിയിൽ പോയിട്ടും കാര്യമില്ല, അപ്പം നിനക്കവിടെ കിടക്കാമല്ലോ എന്ന് പറഞ്ഞു. ശരി, ഞാൻ കിടന്നു. അപ്പോഴാണ് എൻ്റെ ഇളയ മോള് വന്നിട്ട് യൂട്യൂബിൽ ഈ കൃപാസനത്തിലെ ഒരു വീഡിയോ എന്നെ കാണിച്ചു തരുന്നു. അപ്പോൾ പറഞ്ഞു ഈ സംഭവത്തിന് പോയി കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്, ഒന്ന് പോയി കാണാൻ പാടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എങ്ങനെ നടക്കും, എനിക്ക് നടക്കാൻ പറ്റില്ല, 3-4 പേര് കൂടി എടുത്തുകൊണ്ട് നടക്കണ്ടേ. ഞാനൊരു 85 കിലോ ഉണ്ടായിരുന്നു വന്നപ്പോൾ. അപ്പോൾ പറഞ്ഞു ആരും കൊണ്ടുപോകില്ലപ്പാ എന്ന് പറഞ്ഞു. അപ്പോൾ അതായത് തൊട്ടപ്പുറത്തെ വീട്ടിലെ പൈലോൺ എന്ന് പറയുന്ന ചേട്ടൻ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോകാം, കസേര ഇരുത്തി കയറ്റാം, വണ്ടി കയറ്റാം, വീൽ ചെയർ കൊണ്ടുവച്ചാൽ മതി എന്ന് പറഞ്ഞ് വീൽ ചെയറിൽ കയറ്റിയിരുത്തി ഇവിടെ കൊണ്ടുവന്ന് മുകളിൽ അവരെടുത്തുകൊണ്ട് പോയി എന്നെ ഉടമ്പടി ഇടിപ്പിച്ച് ഞാൻ എടുത്ത് ഇവിടെ വന്ന് അച്ഛൻ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് തിരി കത്തിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടായിരുന്നു. എനിക്കിവിടുന്ന് ഉപ്പ് കിട്ടി, തൈലം കിട്ടി, തേൻ കിട്ടി. ഈ സാധനമൊക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ പോയിരുന്നു. കത്തിച്ചൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ തിരി അവിടുന്ന് ഞാൻ വണ്ടി വിളിച്ച് ഇങ്ങോട്ട് വന്നു. അവിടുന്ന് വണ്ടി വിളിച്ച് തിരി തീർന്നുകൊണ്ട് ഇവിടെ വന്ന് ഇവിടുന്ന് ഉടമ്പടി എടുത്ത് കൊണ്ടുപോയത് തന്നെ ആൾക്കാർ ചുമന്നുകൊണ്ടാണ് പോയത്. വണ്ടി കയറ്റിയതൊക്കെ 6 പേര് കൂടി എന്നെ മോളിൽ കയറ്റിയത്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയി. തിരി തീർന്നപ്പോൾ തിരിച്ചു വന്ന് എനിക്ക് ഇവിടുന്ന് തിരി തന്നു, വെഞ്ചരിച്ച് തിരി തന്നു. ഞാൻ ആ തീയും കത്തിച്ച് പിന്നെയും പ്രാർത്ഥിച്ച് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പം വെറുതെ കട്ടിലേ തന്നെ ഇരുന്നാണ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. എല്ലാത്തിനും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, കാരണം എൻ്റെ ഒരു വശം മൊത്തം തളർന്നു കിടക്കുന്ന ആളാണ്. എൻ്റെ മോളാണ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കാല് ഞാൻ വേറെ താഴത്തേക്കൊന്ന് ഇട്ട് നോക്കി, ഒന്ന് ചവിട്ടിയപ്പം ഒരു ബലം മാതിരി തോന്നുന്നുണ്ട്. അപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ ഞാൻ വീണ് പോയി കഴിഞ്ഞാൽ ആ കൊച്ചാവിടെ ചെറുതാണ്. അപ്പോൾ ഞാൻ വീണ് പോയി കഴിഞ്ഞാൽ ആ കൊച്ചെടുക്കില്ല എന്നെ. ഞാൻ വേഗം തന്നെ കട്ടിലേ തന്നെ ഇരുന്നു. പിന്നെയും ആ തൈലമൊക്കെ ഇട്ട് തലയിൽ തൂത്ത് ഒക്കെ പ്രാർത്ഥിച്ച് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം ഒന്നും കൂടെ എഴുന്നേറ്റ് നിന്നു. ആ മുറികളെ നടന്നു നോക്കി, കുഴപ്പമില്ല. അതിൻ്റെ പിറ്റേ ദിവസം റോഡിലിറങ്ങി നടന്നു. അപ്പം റോഡിലിറങ്ങിയൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴും വേറെ വിഷയങ്ങളൊന്നുമില്ല. ഉടമ്പടി എടുത്ത് തൈലമൊക്കെ തൂത്ത് കഴിയുമ്പോൾ ഒത്തിരി കുറവ് വന്നു. വീണ്ടും ഇവിടെ വന്ന് പിറ്റേ മാസത്തിൽ ഇവിടെ വന്ന് ഇങ്ങനെ 4ാമത്തെ ഉടമ്പടിയാണ് ഞാൻ പുതുക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഇത് തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞു. ആ 4 ഉടമ്പടിയും ഇതായി 4 ഉടമ്പടി പുതുക്കി. ഇപ്പോൾ എനിക്ക് ഒമാനിലേക്ക് ചെല്ലാൻ പറഞ്ഞ് അവർ തിരിച്ചു വിളിച്ചേക്കാണ് എന്നെ, ജോലിക്ക് വേണ്ടി തന്നെ. എല്ലാവരും പറഞ്ഞു ഞാൻ മരിച്ചു പോവുള്ളൂ എന്ന് പറഞ്ഞ് എൻ്റെ സ്ഥലങ്ങളും എല്ലാം എഴുതിയെടുത്തു, അവർ സ്വന്തമാക്കി.
വിഷയമില്ല. പിന്നെ അവർക്കൊരു പേടിയെന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്ക് അവർ സ്വന്തമായിട്ട് ആ സ്ഥലം എടുത്താലോ എന്ന് പേടിച്ചിട്ടാണ് അവരെടുത്തത്. അപ്പോൾ എനിക്ക് കിടക്കാൻ കിടപ്പടയില്ല. ഞാൻ വാടക ഇപ്പോൾ വന്നപ്പോഴും വാടകയ്ക്കാണ് കിടക്കുന്നത്. ഇപ്പോൾ തിരിച്ചു പോവുകയാണ്. എനിക്ക് വേറെ നോക്കാനില്ല. എന്നാലും അതല്ലല്ലോ, ജീവൻ തിരിച്ചു നൽകിയ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. നന്ദി. ഒരുപാട് ആൾക്കാരെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. പത്രങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ട് കൊടുക്കും. ഇവിടുന്ന് കിട്ടിയ പത്രങ്ങളെല്ലാം ഞാൻ എല്ലാ വീട്ടുകളിലേക്കും കൊണ്ട് കൊടുക്കുകയുള്ളൂ. പിന്നെ വീട് പണിയണം എന്ന് പറഞ്ഞ് സഹായം ചോദിക്കുന്നവർക്ക് ഞാൻ അവിടുന്ന് ഗൂഗിൾ പേ ആയിട്ടൊക്കെ ഇഷ്ടംപോലെ പൈസകൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് സഹായങ്ങളെല്ലാം ചെയ്യാറുള്ളതാണ്. ആശുപത്രിയിൽ ഫുഡ് കഴിക്കാൻ പശയില്ലാത്തവർക്ക് ആഹാരം മേടിച്ചു കൊടുക്കും. അങ്ങനെ എല്ലാം ഞാൻ ചെയ്താണ് നടന്നേക്കുന്നത്. ഇവിടെ വഴുത്തല എനിക്ക് പാറമടയിൽ ജോലിയായിരുന്നു. അത് കഴിഞ്ഞ് മരംപെട്ടായിരുന്നു. അങ്ങനെയൊക്കെ നടന്നിട്ടാണ് ഞാൻ ഗൾഫിൽ പോയത്. 10-15 വർഷം അവിടെ നിന്നു. അവിടെ നിന്ന് എൻ്റെ 2 മക്കളെ കെട്ടിച്ചുവിടാനുള്ള കാശും ഉണ്ടാക്കി അവരെ ഞാൻ കെട്ടിച്ചും വിട്ടു. പുതിയ ജീവൻ തന്ന ഈശോയ്ക്ക് എന്നേക്കും നന്ദി. എൻ്റെ ദൈവം രക്ഷയുടെ ദൈവമാണ്. മരണത്തിൽ നിന്ന് എനിക്ക് മോചനം നൽകേണ്ടതും നൽകുന്നതും ദൈവമായ കർത്താവാണ്. സങ്കീർത്തനം 68:20 ഉടമ്പടി എന്നത് ദൈവത്തിൻ്റെ രക്ഷിക്കുന്ന സ്നേഹത്തിൽ ചേർന്ന് നിൽക്കുന്ന, പൂർണ്ണ വിശ്വാസത്തോടെ ചേർന്ന് നിൽക്കുന്ന ഒരു ആത്മീയ ബന്ധമാണ്. നമ്മുടെ ജീവിതത്തിലെ അസാധ്യങ്ങൾ ദൈവത്തെ ഏൽപ്പിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഉടമ്പടി എന്ന ഒരു ആത്മീയ ജീവിതം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ച് ദൈവം എന്നെ സുഖപ്പെടുത്തും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും പിന്നീട് നമ്മുടെ അനുഗ്രഹമായിട്ട് മാറുകയാണ് ഓരോ പ്രാർത്ഥനയും. ഹൃദയം നുറങ്ങുന്നവരെ സൗഖ്യപ്പെടുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. കണ്ണീരോടെ വരുന്നവരെ കണ്ണീരൊപ്പുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. ആ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ പൂർണ്ണമായിട്ട് രോഗസൗഖ്യം നൽകി ഈ മകനെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. ഒരുപക്ഷെ മാനുഷികമായ ശക്തികൾ തകർന്നിരിക്കാം. എല്ലായിടത്തും നോ വരുമ്പോഴും അസാധ്യമാണെന്ന് പറയുമ്പോഴും സാധ്യമാക്കി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ്. 3 മാസം മാത്രം ജീവിതം പറയുമ്പോൾ 1 വർഷത്തേക്ക് നീട്ടിത്തരുന്ന, ജീവിതകാലം ഇനി നീട്ടിത്തരുന്ന, ദീർഘായുസ് നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുക്കാം, വിട്ടുകൊടുക്കാം. നമ്മളെ കാക്കുന്ന ദൈവം, നമ്മൾക്ക് കരുതുന്ന ദൈവം, നമ്മെ സൗഖ്യപ്പെടുത്തുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. തകർന്നവരുടെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. മനസ്സിലെ മുറിവുകൾ പോലും ദൈവത്തിന് മുന്നിൽ വിലപ്പെട്ടതാണ്. അവിടുന്ന് നമ്മുടെ ആത്മാവിനെ ആശ്വസിപ്പിക്കുകയും ഉള്ളിലെ വേദന സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവം. ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന നിരാശകളും വേദനകളും കഷ്ടതകളുമെല്ലാം ഹൃദയ മുറിവുകളാണ്. ആ മുറിവുകളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. കൃപാസനം ഉടമ്പടി ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഉറച്ച വിശ്വാസത്തേക്കുള്ള ഒരു ആത്മീയ പ്രതിജ്ഞയാണ്. ഉടമ്പടിയിലൂടെ നമ്മുടെ വേദനകൾ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് കൃപാസന മാതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ തകർന്ന ഹൃദയങ്ങളെ ദൈവം പുതുക്കുന്നു എന്ന് നമുക്കും വിശ്വസിക്കാം. ഉടമ്പടി മക്കളുടെ ജീവിതത്തിലെ മുറിവുകൾ സുഖപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ ഓരോരുത്തരുടെയും കൂടെയുള്ളത്. കൃപാസനം അമ്മ നമ്മുടെ വേദനകൾ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. തകർന്ന മനസ്സുകൾ പുതുക്കുന്ന അമ്മ നിരാശ പ്രത്യാശയാക്കുന്നു, വേദന അനുഗ്രഹമാക്കി മാറ്റുന്നു. ആ ദൈവത്തിൻ്റെക്ക് നമ്മുടെ ഓരോ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾക്കും ഏൽപ്പിച്ചു കൊടുക്കാം. സുരേഷിനും നൽകിയ ഈ പുതിയ ജീവിതത്തിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.